ഹലോ ഗൈസ്, ഇന്ന് നമ്മളൊരു അറബിക് ഡിഷാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നല്ല കിഡിലൻ ബീഫ് ഉണ്ടാ, നല്ല പൊളപൊളാന്നിരിക്കുന്ന ബീഫ്. ഇത് വെച്ച് നമ്മളൊരു അടിപൊളിയാണ്ട അറബിക് കുക്കറൊക്കെ വെച്ചുള്ള അടിപൊളി ഡിഷാണ് ഉണ്ടാക്കാൻ പോണ. അപ്പൊ പ്രിപ്പറേഷനിലേക്ക് പോവാം ഗൈസ്. വളരെ ചുരുങ്ങിയ ഐറ്റംസ് മാത്രമേ ഉള്ളൂ. കണ്ട 3 ഫുള്ള് വെളുത്തുള്ളി, പിന്നെ കുറച്ച് പട്ട, ഗ്രാമ്പു, ഏലയ്ക്ക, അങ്ങനെ അടാല് കൂടാല ഐറ്റം, ഒരു ബേ ലീഫ്, 2 ഉണക്ക നാരങ്ങ, പിന്നെ നമ്മുടെ നല്ല എരിയുള്ള പച്ചമുളക് ഒരു 5-6. നിങ്ങളെ ഇഷ്ടത്തിന്, ഒരുപാടൊന്നും വേണ്ട. അറബിക് ഡിഷിൽ എരിയൊന്നും ഇല്ലല്ലോ. ഇനി നമ്മൾ ഈ കുക്കർ എടുക്കുന്നു. പ്രത്യേക ഒരു വാർണിംഗ് ആണ്, വെളുത്തുള്ളി കഴുകാൻ പാടില്ല. ഈ വെളുത്തുള്ളി ആട്ടാ ഇങ്ങോട്ട് കാണിക്കൂ. ഇത് കണക്ക് വേറെ ഒന്നും നമ്മൾ എണ്ണ ഒഴിക്കില്ലാട്ടാ. 1, 2, 3 പച്ചമുളക് കട്ട് ചെയ്തൊന്നും വേണ്ട. പിന്നെ നമ്മളെ നാരങ്ങ, അതിനുശേഷം വേണ്ട ഈ സാധനങ്ങൾ, ഈ കിസ്മിസ് അങ്ങനെയുള്ള എല്ലാ ഐറ്റവും, പട്ട, ഗ്രാമ്പു, ഇത്ര സാധനങ്ങൾ. ഇതാണ് ഇതിന്റെ മസാല. ഇതിന് നമ്മൾ വേറെ ഐറ്റംസ് ഒന്നും ഇടൂല ഗൈസ്. നിങ്ങൾ വിചാരിക്കും ഇത് കൊളാവും, പക്ഷെ അങ്ങനെയല്ല, ഇത് പൊളിയായിരിക്കും. വേണ്ട ഇനി ഇതിലേക്ക് നമ്മൾ ഈ കട്ട് ചെയ്ത ബീഫ് നല്ല വലിയ പീസായിട്ട് കട്ട് ചെയ്തത്. നല്ല നെയ്യുള്ള പീസ് എടുക്കണം കേട്ടോ. ഇതിനകത്ത് നെയ്യ് കുറവാണ്, എന്നാൽ നിങ്ങൾ എടുക്കുമ്പോൾ നെയ്യുള്ള പീസ് എടുക്കാം. അതിലേക്ക് നമ്മൾ ഇത് നെവക്ക വെള്ളം ഒഴിക്കണം കേട്ടോ. അപ്പൊ ഞാൻ വേണ്ട ഇത് നെവക്ക വെള്ളം എടുത്തിട്ടുണ്ട്. ഇത്രയും വെള്ളം വേണം കേട്ടോ. ഈ വെള്ളത്തിലാണ് നമ്മൾ ഇനി ചോറൊക്കെ വേവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്രയും വെള്ളം വേണം. ഇനി ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിന് ഉപ്പിടണം ഗൈസ്. ഉപ്പ് നമ്മളാണ്ട എടുക്കുന്നു. കൈ അളവാണ് കഴിക്കുന്നത്. ഇതെല്ലാം വലിയ വലിയ ഷെഫുകൾ ചെയ്യുന്നതാണ്. വേണ്ട ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിന് ഉപ്പിടുന്നു. അപ്പം ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പിട്ടിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഉപ്പൊക്കെ ഇട്ടിട്ട് വേണ്ട ആസ് യൂഷ്വൽ നമ്മുടെ അറബിക് കുക്കർ അടയ്ക്കണം. അത് ഞങ്ങൾക്ക് അറിയാം, ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ മുമ്പ് ഒരു വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇതുപോലെ അത്യാവശ്യം നല്ല ടൈറ്റ് ചെയ്ത് അങ്ങനെ അടയ്ക്കുക. ഓവർ ടൈറ്റ് അങ്ങനെ ഭയങ്കര മസിൽ പിടിച്ച് ടൈറ്റും ചെയ്യുന്നുണ്ട്. മാന്യമായിട്ടുള്ള ടൈറ്റ് വേണ്ട. ഇത് വെയിറ്റ് ആണ്, വെയിറ്റ് ഇതിലുണ്ട്. ഇനി നമ്മൾ വേണ്ട ഈ സാധനം അടുപ്പിലേക്ക് വെക്കുന്നു, സ്റ്റൗ കത്തിക്കുന്നു. ഇനി കൃത്യം 1 മണിക്കൂർ ഈ സാധനം ഇരുന്ന് വേവണം. ബാക്കിയൊക്കെ നമുക്ക് അതിന് ശേഷം കാണാം. അപ്പൊ നമ്മുടെ ഇറച്ചി വേവുന്ന സമയത്ത് വേണ്ട അരി നല്ലൊരു 4-5 വെള്ളമൊക്കെ കഴുകിയതിനു ശേഷം, ഞാൻ നല്ല ബസ്മതി റൈസാണ് എടുത്തത്. അടിപൊളി ബസ്മതി റൈസ് ആണല്ലേ. ഇത് കഴുകി ഇത് കൂത്താൻ വെക്കണം കേട്ടോ. ഇത് നല്ലൊരു വെള്ളത്തിൽ കിടന്ന് കൊന്ന് ഇവിടെ ഇരിക്കട്ടെ. ആ സമയത്ത് ഇറച്ചി റെഡിയാവും. ബാക്കി നമുക്ക് ഇറച്ചി എടുത്തിട്ട് കാണാം. 4 മണിക്കൂർ നമ്മൾ അടുപ്പിൽ വെച്ച് വേവിച്ച സാധനം വേണ്ട റെഡിയായി. ഇനി നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? നമ്മുടെ ഇതുണ്ടല്ലോ, ഈ സാധനം കൂടി ഒരു മണം വരും കഴിയും. ആ മണത്തിൽ നമ്മൾ എല്ലാവരും മറന്നു. ആഹാ, കരിഞ്ഞോന്നൊരു ഡൗട്ട്. കുക്കർ നമ്മൾ തുറക്കുകയാണ് ഗൈസ്. ഗൈസ് ഇതാണ് കരിഞ്ഞത് ഗൈസ്. കണ്ടില്ലേ, നല്ല കിട്ടില്ല സാധനം റെഡി ആയിട്ടുണ്ട് ഗൈസ്. നമ്മൾ ഊറ്റി വെച്ച അരി താണ്ട റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ കണ്ടേ ഈ കുക്കറിൽ വേവിച്ച സാധനം വേണ്ട അങ്ങ് തട്ടേണം. ഇറച്ചിയും ചോറും എല്ലാം ഇടണം. ഇനി നമ്മൾ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതങ്ങോട്ട് കിളക്കും. അപ്പം ഒരു അല്പം വെള്ളം കൂടെ ഇതിൽ വേണ്ടി വരും. കാര്യം നമ്മുടെ അരിയിൽ നിന്ന് കുറച്ച് പൊങ്ങി നിൽക്കും. ഓക്കെ, അപ്പൊ നമ്മൾ വേണ്ട ചോറും വെള്ളമൊക്കെ റെഡിയാക്കി, അരിയിൽ വെള്ളമൊക്കെ വീഴ്ത്തി, വേവിച്ച് വെള്ളമൊക്കെ വീഴ്ത്തിട്ട് ഇത് നമ്മൾ കുക്കറിൽ വെച്ച് വേവിച്ചെടുക്കും. കുക്കറിലല്ല, ഗ്യാസിൽ കത്തിക്കുന്നു. നമ്മൾ ഈ അരിയൊക്കെ ഒന്ന് വറ്റി വെള്ളമൊക്കെ ഒന്ന് 3/4 ഭാഗം ആകുമ്പോഴത്തേക്കും തീ കുറച്ച് വയ്ക്കാം. അതുവരെ നമ്മൾ ഇങ്ങനെ തന്നെ വേവിക്കുന്നു. ഒരു അടപ്പെടുക്കുന്നു, അടയ്ക്കുന്നു. അല്ലേ, ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. അടയ്ക്കേണ്ട ഗൈസ്. നമ്മുടെ അരി ഏതൊരായി നോക്കാം. കണ്ടല്ലേ, അരി തിളച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ. നല്ല ഈ പരുവാകുമ്പോഴത്തേക്കും നമ്മൾ തീ ഒന്ന് കുറയ്ക്കണം. വേണമെങ്കിൽ ഒരു കുറച്ചുകൂടെ വേണമെങ്കിൽ കഴിഞ്ഞിട്ട് കുറച്ച് ചെയ്യണ്ട. നമുക്ക് അരി വെന്താന്ന് നോക്കാം ഗൈസ്. 3/4 വേവായിട്ട് ഈ പരുവത്തില് ഗൈസ് കണ്ട നമ്മൾ തീ ഒന്ന് ഇത് അടച്ചു വെക്കുക. തീ കുറച്ച് കൊടുക്കുക. തീ നമ്മൾ സിമ്മിലിട്ടാൽ മതി ഗൈസ്. ഇപ്പൊ ഞാൻ തീ സിമ്മിലിട്ടുണ്ട്. ഇനി ഒരു 10-20 മിനിറ്റ് ഈ സിമ്മിൽ കിടന്നങ്ങ് ദമ്മായിട്ട് വരുമ്പോഴത്തേക്കും നല്ല ഒറിജിനൽ അറബിക് ബെറി റെഡി ഗൈസ്. ആക്ച്വലി നമുക്ക് ഫോയിൽ പേപ്പർ കൊണ്ടുവരുന്നത്, ഫോയിൽ പേപ്പർ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അറബിക് ഡിഷിനെ നാടനാക്കിയത്. കണ്ടില്ലേ,
ഫോയിൽ പേപ്പറിന് വരെ നമ്മൾ നല്ല വാഴയില ഇതുപോലെ ഏറെ പോവാതെ വാഴയില വയ്ക്കും. ഇങ്ങനെ ഒരു അറബിക് ഡിഷ് നിങ്ങൾ ആദ്യമായിട്ട് കാണുന്ന വാഴയില. അതായത് അറബിക് കേരള ട്രഡീഷണൽ മന്തി. മന്തിയല്ല, ഷുവറിലും വലിയ. ഇനി നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? ഇതിന്റെ മുകളിലേക്ക് വെയിറ്റ് ചെയ്യും. അറബിക് ഡിഷ് റെഡി ആയിട്ടുണ്ട് ഗൈസ്. കമാൺ, ഇങ്ങോട്ട് ഗൈസ്. ഇതിന്റെ ആ ഒരു പരുവ നോക്കിക്കൊള്ളാം ഗൈസ്. നിങ്ങൾ കണ്ടില്ലേ, ചോറൊന്നും വെന്ത് പോയില്ല ഗൈസ്. കണ്ടില്ലേ, ബീഫൊക്കെ വെന്താന്ന് കാണിച്ചു തരാം. എന്നാ ഗൈസ്, ഇനി നമ്മൾ കഴിക്കാൻ പോവുകയാണ് ഗൈസ്. നമ്മൾ തട്ടാൻ പോവുകയാണ് ഗൈസ്. ഓ എന്തൊരു മണം. അതുകൊണ്ട് ഇട്ടാണ്ടതിന് ബീഫാണ്. ബീഫാണ്. കുട്ടപ്പടി തിന്നാലോ. റെഡിയായി ഗൈസ്. കൊച്ചിങ്ങൊക്കെ എടുത്ത് കൊടു. അറിവുകൾ കൊടുക്കുന്നത് കഴിച്ചോ കഴിച്ചോ നിങ്ങൾ കഴിച്ചോ. പൊളിയായിരുന്നു ഗൈസ്.